കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ജൂനിയർ ഡോക്ടറെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം കടുക്കുകയാണ്. വിവിധയിടങ്ങളിൽ റെസിഡന്റ് ഡോക്ടേഴ്സ് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. എഫ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ റെസിഡന്റ് ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതിന്റെ ഭാഗമായി ചില ആവശ്യങ്ങൾ റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വച്ചിരുന്നു. പ്രധാനമായും ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം. കൂടാതെ ഈ കൊൽക്കത്തയിലെ സംഭവത്തിൽ അന്വേഷണം ഊർജിതമായി നടത്തണം എന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ ഉറപ്പാക്കണം എന്നതടക്കമുള്ള നടപടികളാണ്. കൂടാതെ വിഷയത്തിൽ CBI അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന. ഇക്കാര്യത്തിൽ 48 മണിക്കൂർ സമയപരിധി നേരത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സർക്കാരിന് നൽകിയിരുന്നു. അതിനിടയിൽ ഇപ്പോൾ തീരുമാനമൊന്നും ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നു മുതൽ ഡൽഹി, കൊൽക്കത്ത, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ജമ്മു കശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനകൾ ഇന്നു മുതൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ള മറ്റ് സേവനങ്ങളെല്ലാം പണിമുടക്കിക്കൊണ്ടാണ് റെസിഡന്റ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. ഡൽഹിയിൽ അല്പസമയത്തിനകം തന്നെ പ്രതിഷേധ പ്രകടനം നടത്തും. RML അടക്കമുള്ള ആശുപത്രികളിൽ ആസാദ് മെഡിക്കൽ കോളേജ്, RML, ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ്, സഫ്ദർജംഗ് ആശുപത്രി, ദീൻദയാൽ ഉപാധ്യായ ആശുപത്രി, GTB ആശുപത്രി തുടങ്ങിയ ആശുപത്രികൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുമെന്നാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. SK. ഓക്കെ, നമുക്കൊപ്പം ചേർന്നത് ബൽറാം നെടുങ്ങാടിയാണ്. എന്തായാലും വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ആ മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നത്. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം നൽകുന്ന പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനിയൊരു റെസിഡന്റ് ഡോക്ടർക്കും ഈ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ.